അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തദബ്ബുർ സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഖുർആനിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്കുള്ള പൊതുവേ ഉള്ളൊരു ചിന്താഗതിയെക്കുറിച്ച് അതിനപ്പുറത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു ആയത്ത് 2 ആയത്തുകളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ ആദ്യം ആയത്തൊന്ന് പാരായണം ചെയ്യും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل تحبون العاجلة وتذرون الآخرة. ഈ രണ്ടായത്തുകൾ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണ്. അള്ളാഹു പറയുന്നത് കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, അവർ പെട്ടെന്നുള്ള കാര്യങ്ങൾ, വളരെ ധൃതിയിൽ കിട്ടുന്ന റിസൾട്ടുകളെ അതിനവർ സ്നേഹിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദുനിയാവിലെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ചാണ്. പിന്നെ വതദറൂനൽ ആഖിറ, എന്നിട്ട് ആഖിറത്തിൻ്റെ വിഷയം അവർ വിടുകയും ചെയ്യുന്നു, അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത, അതേപോലെ അതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ് അവർ എന്നൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതേ പദപ്രയോഗമാണ് ശരിക്കും കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, പെട്ടെന്നുള്ള കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു, പൊതുവെ നമുക്കുള്ള ഫോൺ അഡിക്ഷനെ കുറിച്ച് നമ്മൾ പറയുന്നു, പല അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമ്മൾ എപ്പോഴും നമ്മൾ സയന്റിഫിക്കലി അത് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം. ഇത് സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾക്ക് നമ്മുടെ ബ്രെയിന് ആ രൂപത്തിലാണ് ഉള്ളത്. നമ്മൾ സൃഷ്ടിച്ച പടച്ചോൻ തന്നെ പറഞ്ഞുതരാണെന്ത്, നിങ്ങളുടെ ചിന്ത ആ രൂപത്തിലാണ്. പെട്ടെന്നുണ്ടാകുന്ന സുഖങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പ്ലഷറുകൾക്ക് പിന്നാലെയാണ് നിങ്ങൾ പോകുന്നത്, അതുപോലെയാണ് നിങ്ങൾ വർത്തിക്കുന്നത്. പക്ഷെ അതല്ല ശരി എന്നുള്ളത് പറയാണ്. ശരിക്കും നമ്മളുടെ എല്ലാ അഡിക്ഷനുകളെ പരിശോധിച്ച് നോക്കിയാലും, എല്ലാ ഈ ഭൗതിക ലോകത്തുള്ള പ്ലഷറുകളെ എടുത്തു നോക്കിയാലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏത് ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോൺ അഡിക്ഷൻ എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനും സംസാരിക്കുന്ന, ഞാനും കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ ഫോൺ അധികം ഉപയോഗിച്ചാൽ അത് നല്ലതല്ല, നമ്മുടെ ഭാവിക്ക് നല്ലതല്ല, നമ്മുടെ കണ്ണിന് നല്ലതല്ല, നമ്മുടെ ബ്രെയിനിന് നല്ലതല്ല, ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഒന്ന് തോണ്ടി നോക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിനിൽ ഇത് ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, ഓരോ റീൽ ഇങ്ങനെ പോകുമ്പോഴും നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നുണ്ട്, ഒരു ഡോപ്പമിൻ, ഒരു പ്ലഷർ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ആ പ്ലഷറുകൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്. ഈവൻ ഇപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ പറയാം, ഒരു സ്റ്റുഡൻറ്റിനോട് നമ്മൾ പറയാണ്, നീ ഇങ്ങനെ ഫോണിൽ കളിക്കല്ലേ, നീ കളിക്കാതെ പഠിച്ചാൽ നിനക്ക് ഭാവിയിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാണെങ്കിൽ പലപ്പോഴും കുട്ടികൾക്ക് അതിന് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താ, വളരെ വിൽ പവർ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റുന്നുള്ളൂ, അല്ലാത്തവർക്ക് അത് പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇത് 2 തരത്തിലുള്ള കാര്യമാണ് ഇവിടെ. ഒന്നുള്ളത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അത് ഈ ഫോണിൽ നോക്കി ഇപ്പം തന്നെ നമുക്ക് കുറേ സുഖം കിട്ടും. പിന്നെ മറ്റേത് നമ്മൾ പറയുന്നത് എന്താ, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിലുള്ള കുട്ടിനോട് നമ്മൾ പറയുന്നത്, നന്നായി പഠിച്ചാൽ ഇപ്പം 10ാം ക്ലാസ്, അത് കഴിഞ്ഞ് +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 10 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു ഗോളാണ് അവിടെ കൊടുക്കുന്നത്. ഒരു ലോങ് ടേം ഗോളാണ് അതെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്, അവരുടെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന അത്രയും ഉപകാരമുള്ള ഒരു കാര്യമാണ്. അതാണ് അവിടെ ഒരു ഭാഗത്തുള്ളത്. മറ്റേത് ഇപ്പം റീൽ നോക്കി കുത്തിരുന്നാൽ കിട്ടുന്ന ഒരു സന്തോഷം. അപ്പൊ ഇത് 2 സാധനമുണ്ട്. ഒന്ന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, രണ്ടാമത്തത് ലോങ് ടേം ഹാപ്പിനെസ്. ഇത് രണ്ടും അവിടെ വെക്കുമ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്കറിയാം ഈ ലോങ് ടേം ഹാപ്പിനെസ് ആണ് നമുക്ക് വേണ്ടത്, എന്നാലും നമ്മൾ അതിന്റെ പിന്നാലെ പോകും. ഭക്ഷണത്തിന്റെ കാരണം ഈ ജങ്ക് ഫുഡ് കഴിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മള് അവിടെ 2 വെക്കുകയാണ്. ജങ്ക് ഫുഡ് കഴിച്ചാൽ നമുക്കൊരു രസം ഉണ്ടാവും, ഒരു പ്ലഷർ ഉണ്ടാവും. അത് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ലോങ് ടേം ഒരു ഹെൽത്ത് ഉണ്ടാവും. ഇത് രണ്ടും ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ വായിച്ചാലും, എത്രയൊക്കെ ഇതിന്റെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കി വെച്ചാലും നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പിന്നാലെ പോകും. ഇത് എല്ലായിടത്തും നമുക്ക് കാണുന്നതാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്ത ആ രൂപത്തിലാണ്. ഇത് ശരിക്കും മനുഷ്യന്റെ മനസ്സിനെ പടച്ചവൻ പറഞ്ഞു തരികയാണ്, നിങ്ങൾ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് മനുഷ്യനുള്ളത്. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനപ്പുറത്തേക്ക്, ഇപ്പം ഒരു കുട്ടിനോട് നമ്മൾ പറയാണ്, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാറ്റി വെച്ചിട്ട് നീ കുറച്ചുകൂടി നന്നായി പണിയെടുക്കുക, എന്നാൽ ലോങ് ടേം ഹാപ്പിനെസ് കിട്ടും. ഇതുപോലെ ഇപ്പം കിട്ടുന്ന ഈ പ്ലഷറുകൾ, അപ്പൊ ഇതാണ് ഈ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് തമ്മിലുള്ള വ്യത്യാസം. പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ചെറിയൊരു ഒരു നൈമിഷികമായ സുഖം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള, അവിടെയാണ് ഇസ്ലാം പറയുന്നത് ഈ ലോങ് ടേം ഹാപ്പിനെസ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് പലപ്പോഴും നമ്മൾ മറന്നു പോവാണ്. ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുകളുടെ പിന്നാലെ പോയി നമ്മൾ ലോങ് ടേം ഹാപ്പിനെസ് മറന്നു പോവുകയാണെന്നുള്ളതാണ്
ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇസ്ലാം അടിസ്ഥാനപരമായി മനുഷ്യരെ പരിവർത്തിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻസിന്റെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പല കാര്യങ്ങളും നിരോധിച്ചത്. ഇപ്പോൾ ഇസ്ലാം നിരോധിച്ച പല കാര്യങ്ങളും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അങ്ങേയറ്റം നമുക്ക് തരുന്ന സാധനം. ഇപ്പം മദ്യം, അത് വ്യഭിചാരം, ചൂതാട്ടം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അങ്ങനെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നതാണ് അള്ളാഹു അതിനനുസരിച്ചാണ് നമുക്ക് നിയമങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കാരണം അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ അവൻ്റെ ജന്മനായുള്ള ഈ ഒരു സ്വഭാവത്തിലേക്ക് അങ്ങനെ ചാഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. ഈ അനാവശ്യ വിനോദങ്ങൾ, അനാവശ്യമായ വിനോദങ്ങളെ കുറിച്ച് ഖുർആൻ പറയുമ്പോഴും അവിടെ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ ആ ഒരു എന്തുകൊണ്ട് അത് ഒഴിവാക്കണം, അനാവശ്യമായ വിനോദങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുക എന്നുള്ളതൊക്കെ അവിടെയൊക്കെ ഖുർആൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ യഥാർത്ഥ പർപ്പസിൽ നിന്നും നിങ്ങൾ അത് നിങ്ങളെ തെറ്റിച്ച് കളയും. പക്ഷെ ഈ സാധനങ്ങളുടെ പിന്നാലെ പോയാൽ ശരിക്കുള്ള പർപ്പസ് നിങ്ങൾ മാറിപ്പോവും. നിങ്ങൾ ഇത്തരത്തിലുള്ള DJ പാർട്ടികളും അതിലൂടെയൊക്കെ ശരിയാണ്, അതിൽ പോയി തുള്ളി കളിച്ച് കേൾക്കുമ്പോൾ ആ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല ഭയങ്കര രസമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതാണ് അതിന്റെ ഒരു യഥാർത്ഥ ഒരു ഫേസിലേക്ക് നമ്മൾ കടക്കും. പിന്നെ നമ്മൾ വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ മദ്യത്തിലൂടെ, മയക്കുമരുന്നുകളിലൂടെ, ഇത്തരത്തിലുള്ള പാർട്ടികളിലൂടെ, ഔട്ടിങ്ങുകളിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് ചെറിയ ഒരു ഗ്രാറ്റിഫിക്കേഷനുകൾ ഇങ്ങനെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ചെറിയ പ്ലഷേഴ്സ് കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ലോങ് ടേം ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും കൂടി ചെയ്യാം. അത് ശരിക്കും ഇപ്പോഴത്തെ ഈ ഫോൺ അഡിക്ഷനുകളും മറ്റു കാര്യങ്ങളിലും അത് കുറച്ചുകൂടി എവിഡന്റ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ലോങ് ടേം ഗ്രാറ്റിഫിക്കേഷന് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ പലപ്പോഴും പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം, ഈ ദുനിയാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നശിക്കാനുള്ളതാണ് എന്നിങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആ ഒരു അന്തർലീനമായ ഒരു സ്വഭാവം കാരണം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ ഇതൊക്കെ വായിച്ചാൽ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് തദബ്ബുർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ഈ ചെറിയ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചെറിയ ഏതാനും നൈമിഷികമായിട്ടുള്ള ഒരു സെക്കൻഡുകൾ നീളുന്ന അല്ലെങ്കിൽ മാക്സിമം കുറച്ച് മണിക്കൂറുകൾ നീളുന്ന കുറച്ച് പ്ലഷേഴ്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ. അത് നമ്മളുടെ ഈ ജീവിതത്തിലാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് നമ്മൾ വലിയ ഗോളുകളെ നമ്മൾ മറന്നു പോവുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഖുർആനും ഓർമ്മിക്കുന്നത്. നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ, അതിനർത്ഥം ജീവിതത്തിൽ ഒരു സുഖവും വേണ്ടെന്നല്ല. ജീവിതത്തിൽ സുഖങ്ങളാവാം, പക്ഷെ അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ യഥാർത്ഥ പർപ്പസിൽ നിന്നും നമ്മളെ തെറ്റിക്കാത്ത രൂപത്തിലുള്ള ആസ്വാദനങ്ങൾ മാത്രം നേടിയെടുക്കുക. അതുവഴി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ വിജയത്തിനാണ്, ഈ ലോകത്തും പരലോകത്തും. അതാണ് നിങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാണ്? പരലോകത്തെ മറന്നു പോവുകയാണ്. രണ്ടാമത്തെ ആയത്തതാണ്, പരലോകത്തെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ വീഡിയോകൾ അടുത്ത എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.